ഇവിടെ എന്തോ സംഭവം ഉണ്ട് കേട്ടോ. ഭയങ്കര ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. ഓ ഭീകരം. അമ്പോ ആന. ഹലോ ഗായ്സ്, കൊറേ ദിവസത്തിന് ശേഷം ഒരു വ്ളോഗായിട്ട് വരികയാണ്. ഇന്ന് ന്യൂ ഇയർ ആണ്. അപ്പൊ ഇങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല കേട്ടോ. വണ്ടി എടുത്തിട്ട് ഇങ്ങനെ ഇറങ്ങി, ഒന്നും നോക്കിയില്ല, ഒന്നിങ്ങനെ കറങ്ങിയിട്ട് വരാൻ വിചാരിച്ചു. ഇപ്പോഴും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ എങ്ങോട്ടാവുന്നൊന്നും ഇതുവരെ പ്ലാനായിട്ടില്ല. കോഴിക്കോട് റൂട്ടിലാണ് പോണത്. മിക്കവാറും ചിലപ്പോൾ വയനാടൊക്കെ എത്താൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ വ്ളോഗിൻ്റെ കാര്യം ഒരു പ്രത്യേകിച്ചൊരു പ്ലാനില്ലാത്തൊരു വ്ളോഗാണ്. എന്തൊക്കെ സംഭവങ്ങൾ കാണുന്നോ അതൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്യും. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെ കാണുന്നോ അതൊക്കെ ക്യാപ്ചർ ചെയ്യണം. ബാക്കി ഞാൻ കാണിക്കാം. ഇപ്പം ഗായ്സ്, ഞങ്ങളിങ്ങനെ കോഴിക്കോട് ബീച്ചിൽ തന്നെ എത്തിയിട്ടോ. ലാസ്റ്റ് വയനാട് പോകേണ്ട വിചാരിച്ചു. ഇവിടെ തന്നെ ന്യൂ ഇയർ ആഘോഷമൊക്കെ ഉണ്ടല്ലോ, ഇവിടെ നിന്ന് തന്നെ പൊള്ളിക്കാന്ന് വിചാരിച്ചു. കുറച്ച് അപ്പുറത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ ബീച്ചിലേക്ക് വണ്ടി കടന്നു കഴിഞ്ഞാൽ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞിരിഞ്ഞ് നടക്കേണ്ടി വരും. എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. ഇവിടെ ഒരു സാധനം കാണിച്ചു തരാം. കാണുന്നുണ്ടോ ഗൈസ്? ഒട്ടകം. അയ്യാ ഒട്ടകം. ഗൈസ്, ഇവിടെ ബീച്ച് കാർണിവൽ ഉണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് കയറിയാലോ എന്ന് ആലോചിക്കാണ്. ഇങ്ങനെ ഉണ്ട്, കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഗൈസ്, കിങ് കോങ്. ഇതിന് ശരിക്കും ജീവനുണ്ടോ പഠിച്ചാനെ? സൗണ്ടൊക്കെ ഉണ്ടാക്കണ്ടല്ലോ. ആഹാ, എന്തായാലും നൈസായിട്ടത്. ഓ ഭീകരം. ഒരു പേടിയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ഗൈസ്. അച്ഛാ പേടിയാവണ്ട. അച്ഛാ അമ്മ ടിക്കറ്റ് എടുക്കട്ടെ. അപ്പൊ അതിന് ടിക്കറ്റ് എടുക്കാൻ പോയണോ? എത്ര ടിക്കറ്റിന്? 50 രൂപ. ഓ സെറ്റ് കേട്ടോ. അച്ഛാ എൻട്രി ഒക്കെ കിട്ടില്ലനാട്ടോ. ഇന്നവരെ കാണാത്തൊരു ടൈപ്പ് എൻട്രി ആണല്ലോ. വെറൈറ്റി ഉണ്ട്. ഡി ജെ എൻട്രി ആണ്. അമ്പോ ആന. ഇത് ഒറിജിനൽ അല്ലല്ലേ? ഒറിജിനലാണ്. ഇവിടുത്തെ സൗണ്ട് എഞ്ചിനീയർ പോരട്ടെ ഗൈസ്. പുലിക്ക് കാണേണ്ട സൗണ്ടാണ്.
കാട്ടില് കാട്ടുമനുഷ്യരുണ്ട് കേട്ടോ. സെറ്റ് സെറ്റ് സംഭവം വെറൈറ്റി ആയിട്ടോ. അജി എന്നെ വിളിക്കുന്നു പോയിക്കോ. അതൊക്കെ അതൊക്കെ കളിക്കാൻ വിളിക്കുന്നു ഓണാ പോയിക്കോ. മരത്തിന്റെ ഉള്ളത് പാമ്പ് തലയിടുന്നുണ്ട് ഗായ്സ്. പാമ്പ് അത് ഭയങ്കര പേടി ഗായ്സ്. ഒരു പാനിപ്പൂരി കഴിക്കാൻ വേണ്ടിട്ട് നിൽക്കാണ്. നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് നോക്കല്ലേ. ഒഴിക്കട്ടെ. മലയാളീസിന്റെ അടിപൊളിയായിട്ടോ ടേസ്റ്റ് ഒക്കെ. ഇവിടെ വന്നിട്ട് ഇത് തീറ്റെണ്ണം നടക്കണുള്ളൂ ഗൈസ്. നോക്ക് ഇപ്പൊ കണ്ട് ഇവിടെ മാലിപ്പേരി കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇങ്ങനെ ഇവിടെ മസാജിങ് കേട്ടോ, മീൻ മസാജിങ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടോ. ഞാനീ പറയണേ 50 റുപ്യക്കുള്ള മുതലൊക്കെ ഉണ്ട്. 50 റുപ്യക്കാണ് ടിക്കറ്റിന്. സത്യം കേട്ടോ, കുഴപ്പമില്ല. അത്യാവശ്യം ഒരു വിഷ്വലൊക്കെ ഉണ്ട്. എന്തായാലും നൈസായിരുന്നു. ഇനി അടുത്തെന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കട്ടെ, കാണിക്കാം. ബലൂണ് ഇങ്ങനെ വെച്ചിങ്ങനെ കാണാൻ നല്ല നേക്കുണ്ട് ഗൈസ്. ബീച്ച് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ബീച്ചിനെ കവച്ച് വെക്കാൻ വേറൊരു ബീച്ചില്ല അല്ലേ? തന്നെയാ ബീച്ച് എന്ന് പറഞ്ഞാൽ നമ്മളെ കോഴിക്കോട്ടത്തെ ബീച്ചാണ്. പ്രത്യേകിച്ച് നൈറ്റാട്ടോ. ഇന്നിപ്പോൾ ന്യൂ ഇയർ ആയതുകൊണ്ടാണെന്ന് അറിയില്ല, ഒരു ഫ്രഷ്നെസ് ഫീലുണ്ട് ഇവിടെ. കൊള്ളാം കൊള്ളാം, മൊത്തത്തിലൊരു വൈബുണ്ട്. ഒരു വാനിലുണ്ട്. കൊടുത്തോ? ആ ചൂടുള്ള 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 ചൂടാട്ടോ ചോക്ലേറ്റ് ഇടൂ. ചോക്ലേറ്റ് മാത്രം വാനിലൻ്റെ ചോക്ലേറ്റ് ഇടാം. ലൈവ് ചോക്ലേറ്റ് നല്ല ഹോട്ട് ഉണ്ടായിരുന്നു. ചോക്ലേറ്റ് നല്ല ചൂടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ്.
ഗായ്സ് ഇവിടെ എന്തോ സംഭവം ഉണ്ട് കേട്ടോ. ഭയങ്കര ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല, നോക്കട്ടെ എന്തായാലും. സ്ട്രീറ്റ് വാക്കിംഗ്. അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ നിന്ന് ഇറങ്ങി. ബീച്ചിൽ കുറച്ച് ലൈറ്റും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൊള്ളായിരുന്നു. എന്തായാലും നല്ല ജനമായിരുന്നു. പിന്നെ ന്യൂസ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു വല്ല സെലിബ്രിറ്റിയോ കാര്യങ്ങളൊന്നും ഉണ്ട്, പക്ഷേ അങ്ങനെയൊന്നുമില്ല. വെറുതെ ആളുകൾ ന്യൂ ഇയർ ആയതുകൊണ്ട് വന്ന് ഇങ്ങനെ ഈ സംഭവങ്ങൾ ലൈറ്റിങ്ങും കാണാനൊക്കെ വേണ്ടിയിട്ട് വന്നിരിക്കുന്നു. ഞങ്ങൾ വണ്ടിൻ്റെ അടുത്ത് കുറച്ച് നടക്കാനുണ്ട്. ഞങ്ങൾ അവിടെ നിർത്തിയിട്ടില്ല, ഇവിടെ പാർക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു. അജോ പോണേ ടാറ്റ. ചുമ വരുന്നുണ്ട് അജുവിന്. ബൈ ബൈ ബൈ. ഗൈസ് ഞങ്ങളിങ്ങനെ കടലുണ്ടി പുഴൻ്റെ അവിടെ ഇങ്ങനെ നിർത്തുക അല്ലേ അജ? നമ്മൾ മുതലിവിടെ ഉണ്ട് വണ്ടി. ഇവിടെ ഇങ്ങനെ വീശുവലൊക്കെ വീശുണ്ട് കേട്ടോ. മീൻ പിടിക്കണ്ട് അവര്. അവിടെ നോക്കിട്ടുണ്ട്. എന്തൊക്കെ അജനെന്താ പറയാനുള്ള അജോ? എന്തെങ്കിലും ഒന്ന് പറയും. വർക്കണ പറ, കേക്കൂല. എൻ്റെ അടുത്തോ ഉള്ള കുപ്പിണ്ടല്ലോ.